അപ്പോൾ ഇതുപോലുള്ളൊരു ക്യൂട്ട് ടോപ്പ് ഒരു പഴയ ഷർട്ട് കൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. പിന്നെ ബട്ടണൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. പിന്നെ സ്ലീവും അൺസ്റ്റിച്ച് ചെയ്തെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. ബട്ടൺ ഒഴിവാക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ആ സൈഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഇതുപോലെ കിട്ടും. അതായത് അൺസ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പം കീറൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. പിന്നെ എടുക്കുമ്പോൾ പറ്റ ചെറിയ ഷർട്ട് എടുക്കരുത്. എൻ്റെ ഈ ഷർട്ടിനൊരു നടുക്കൊരു ഫോൾഡിങ് ഉണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിൽ അൺസ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നിട്ട് കോളറിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. കോളർ അൺസ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഷർട്ടിൻ്റെ 2 ഫ്രണ്ട് പോർഷനും ഉണ്ടല്ലോ, അത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ 2 പീസൊക്കെ കിട്ടും. എന്നിട്ട് ഈ ബാക്കി വന്ന പീസ് കൊണ്ട് 2 പീസ് വെച്ചിട്ട് ഇത് അതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ബാക്കിയുള്ള 2 പീസും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2.5 ഇഞ്ച് ഇതുപോലെ വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ 2 പീസും ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് ഒരു പാർട്ട് എടുത്തിട്ട് റോങ് സൈഡ് മുകളിലാക്കിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നേരെ ഇതുപോലെ മറിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഇത് അതുപോലെ മടക്കി കൊടുക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും അതുപോലെ തന്നെ ചെയ്തിട്ട് 2 ഭാഗത്തൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ കിട്ടും. ഈ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടും. എന്നിട്ട് 2 ഫ്രണ്ട് പോർഷനും ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പോർഷൻ്റെ റോങ് സൈഡ് മേലക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അൺസ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ അടിക്ക് വരച്ചു. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഒന്ന് കൂട്ടി സ്റ്റിച്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മറ്റേ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്ലീവിൻ്റെ അടിയത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ നടുക്ക് വരുന്ന സ്റ്റിച്ചും കൂടി ഒന്ന് അയച്ചു കൊടുക്കും. എന്നിട്ട് നിവർത്തുമ്പോൾ ഇതുപോലെ കിട്ടും. ഈ 2 ക്ലോത്തും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ നീറ്റായിട്ട് കിട്ടും. അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് അത്യാവശ്യം വീതിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ നെക്ക് ഇതുപോലെ കറക്റ്റ് മിഡിലിൽ മടക്കിയിട്ട് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ എന്തായാലും കിട്ടും. ആ ക്ലോത്തിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് വെച്ച് കൊടുക്കാൻ നോക്കുക. കാരണം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോളറിൻ്റെ വിഡ്ത്ത് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ലൈൻസൊക്കെ ജോയിൻ ചെയ്തെടുക്കുക. നമ്മളെ കോളറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഷേപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കേർവിൽ ഈ ഒരു കോർണറിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോളറൊന്ന് കട്ട് ചെയ്തെടുക്കുക. കോളറിന് ഒരു പോർഷനും കൂടി വേണം. അതിന് ഇന്ത്യയിൽ തികയൂല, എൻ്റെ ഷർട്ടിൽ നിന്ന് എടുക്കാൻ തന്നെ തികയൂല. അതുകൊണ്ട് ഞാൻ വേറെ ക്ലോത്താണ് എടുക്കണം. നിങ്ങളതിൽ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതിലും പഴയ ക്ലോത്ത് എടുത്തത് ഇതുപോലെ വെച്ചിട്ട് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കോളർ രണ്ടും ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഔട്ടർ സൈഡിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ വരെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. കോളറിൻ്റെ എഡ്ജ് ഇതുപോലെ സ്റ്റിച്ചുമ്പോൾ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. എന്നിട്ട് ഇതൊന്ന് കറക്റ്റ് സൈഡിലേക്കൊന്ന് മറിച്ചെടുക്കുക. കോളറിൻ്റെ കറക്റ്റ് മിഡിൽ മാർക്ക് ചെയ്യുക. പിന്നെ ആ ഡ്രസ്സിൻ്റെയും മിഡിൽ ഇതുപോലെ, അതായത് നെക്കിൻ്റെ മിഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 2 മിഡിൽ ഇതുപോലെ വെച്ചിട്ട് മേലക്കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് വീതിയിൽ നീളത്തിൽ ഇതുപോലെ ക്രോസിൽ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ആ ക്ലോത്ത് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിട്ട് ഉള്ളിലേക്ക് മേലത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി മടക്കുമ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോളർ ഇതുപോലെ കിട്ടും. അതും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ 2 പോക്കറ്റും ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടു ഏതാണ്. അതൊന്ന് അൺസ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പോക്കറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്ലീവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ റോങ് സൈഡ് ഇതുപോലെ വെച്ച് മിഡിൽ കറക്റ്റ് 2ൻ്റെയും മിഡിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ബട്ടൺ ഹോളും
ബട്ടൺ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഫൈനൽ ലുക്ക് കിട്ടും. ബട്ടൺ ഹോൾ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.